Nom nom nom. ഹലോ ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ പട്ടായയിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് വിചാരിച്ചു, ഇന്നലെ നമ്മൾ കുറച്ച് കറങ്ങി, ഇന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോറൽ ഐലൻഡ് പോവാം എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് വിചാരിച്ചു വേണ്ട, ആ ഒരു പ്ലാൻ മാറ്റി. കാരണം കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒഴിച്ച് വേറെ ഒന്നും അതിന് വേണ്ടി ഒരു ഫുൾ ഡേ അവിടെ കളയണ്ട. നാളെ നമ്മൾ ബാങ്കോക്കിലേക്ക് തിരിക്കും. അപ്പോൾ ഫിഫി ഐലൻഡിലും പിന്നെ നമ്മുടെ ക്രാബിയിലും പോയിട്ട് അത്യാവശ്യം നമ്മൾ വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നോ രണ്ടോ മെയിൻ വാട്ടർ സ്പോർട്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഇത്രയും ദൂരം. അപ്പോൾ ഞാൻ വെച്ചാൽ അതിന് വേണ്ടി ഫുൾ ഡേ രാവിലെ 9 to 4 എനിക്ക് 2 വാട്ടർ സ്പോർട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് നമുക്ക് കുറച്ച് പട്ടായ കറങ്ങാം, കുറച്ച് മസാജ്. ഇന്ന് മെയിൻ റിലാക്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന്. കാരണം ഇവിടുത്തെ ഫുഡ് മസാജും ഇവിടുത്തെ ബോഡി മസാജൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അത് എന്തായാലും ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് റിലാക്സും പിന്നെ പട്ടായയിലെ കുറേ സ്ഥലങ്ങൾ കാണാനും സ്ട്രീറ്റിലെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളതൊന്ന് മാറ്റിയില്ലേ, ഭക്ഷണം കഴിക്കുക, ഇറങ്ങുക. അങ്ങനെ നമ്മൾ പട്ടായ കറങ്ങാൻ വേണ്ടി ഇറങ്ങാണ്. ഇന്നൊരു നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകണം. ഫുഡുകൾ തുടങ്ങി, ഹായ് ഫുഡ്, ആ ഫുഡ്, ഈ ഫുഡ് ഒന്നും നമുക്ക് ട്രൈ ചെയ്യണ്ടേ. അപ്പം നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ അധികവും വിളിക്കുന്നത് ടുക് ടുക് പോലത്തെ സംഭവങ്ങളാണ് നമ്മൾ വിളിക്കുക. ടാക്സിക്ക് ആകുമ്പോൾ ചാർജ് കൂടും. ഇതാകുമ്പോൾ ഇവരെ എവിടെ വേണമെങ്കിലും നമ്മളിങ്ങനെ കൊണ്ടുപോകും. നമ്മുടെ ഓട്ടോറിക്ഷ പോലെ, പക്ഷെ തുറന്ന സ്ഥലം പോലെ. അങ്ങനെ നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ എത്തി, ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 500 ബാട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് 250 ആണ്, പക്ഷേ ഹൈറ്റിനനുസരിച്ചിട്ടാണ്. മിഥുനൊക്കെ അഡൽറ്റിൻ്റെ സെയിം റേറ്റ് എടുത്തു. അപ്പോൾ 1500 ബാട്ട്. ഇനി നമുക്ക് ഇത് കൂടെ പോകണം, ഇങ്ങനെ നടന്നിട്ട്. അതല്ലാതെ ഇവിടെ എലിഫൻറ്റ് റൈഡിങ്, ഹോഴ്സ് റൈഡിങ്, പിന്നെ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഓരോന്നിനും സെപ്പറേറ്റ് നമ്മൾ 400 ബാട്ട് അങ്ങനെയൊക്കെ വേണം. പിന്നെ ഡ്രസ്സ്, ആക്ച്വലി ഡ്രസ് കോഡ് ഉണ്ട്. കീറിയ ജീൻസ്, ഷോർട്ട്സ്, സ്ലീവ്ലെസ് ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഷോർട്ട്സാണ്. നീ ലെങ്ത്തിന് മേലെ ആയതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ സ്കാർഫ് തരും, അത് വെച്ച് കവർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ബാക്കി നമുക്ക് അവിടെ പോയേക്കാം. Welcome to the sanctuary of discovering world peace through the arts. അപ്പോൾ ഇവിടെ നമുക്ക് തായ് കോസ്റ്റ്യൂം കിട്ടും. നമ്മൾ എല്ലാ സ്ഥലത്ത് പോയാലും കൊറിയയിലൊക്കെ പോയപ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തായ് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി നല്ല കിടിലൻ ഫോട്ടോസ് കിട്ടുമല്ലോ. ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്നുള്ളത് പട്ടായയിൽ ഒരു അൺഫിനിഷ്ഡ് മ്യൂസിയമാണ് കേട്ടോ. ഇത് 1981 തുടങ്ങിയ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഈ 2025 അത് അണ്ടർ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് കേട്ടോ. ഇത് ഹിന്ദു ബിലീഫ് അതുപോലെ ബുദ്ധിസ്റ്റ് ബിലീഫിന് അനുബന്ധിച്ചിട്ടുള്ള സ്കൾപ്ചേഴ്സും ഐഡിയൽസും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് മരങ്ങൾ, പ്രധാനമായിട്ടും ടീക്ക് വുഡിലും ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ സ്കൾപ്ചേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ഒരു തായ് ബിസിനസ് മാൻ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാൻ പറ്റില്ല, ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും ഇങ്ങനത്തെ സ്കൾപ്ചേഴ്സും കാർവ്ഡ് ഐഡിയൽസും മാത്രമേ ഇവിടെ മെയിൻ ആയിട്ടുള്ളൂ കേട്ടോ. എത്രയോ തരത്തിലുള്ളതുണ്ട്. അത് ദേവിയുടെ രൂപത്തിലാണെങ്കിലും ബുദ്ധയുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഇത് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ ഇതിൻ്റെ റൂഫ് ടോപ്പിൽ നമ്മുടെ ബ്രഹ്മാവിൻ്റെ 4 ഫേസ്ഡ് ഫീച്ചറാണ് അത് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഫാദർ, മദർ, അതുപോലെ തന്നെ കിങ്ങിനും ടീച്ചർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഗണേശും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇവരെല്ലാവർക്കും ഹെൽമെറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ആ ഒരു ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ പണി നടത്തുന്നത്. ഇത് മുഴുവൻ ഇങ്ങനെ കൊത്തി കൊത്തി ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് ഇതിൻ്റെ അത്ഭുതം. അപ്പോൾ ഇനി ഞാനിവിടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ തായ് ഡ്രസ്സിൽ ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോൾ തായ് ഡ്രസ്സ് നമ്മൾ ഓരോ സ്ഥലത്തും ആ ഡ്രസ്സ് ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം തായ് ഡ്രസ്സിൽ.
അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പുറത്ത് വന്ന് ദേ ഇവിടെ ബോട്ട് റൈഡിംഗ് ഉണ്ട്, ഫിഷ് ഫീഡിംഗ് ഉണ്ട്, അവിടെ എലിഫന്റ് റൈഡിംഗ് ഉണ്ട്, ഇപ്പുറത്ത് ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിനൊക്കെ എക്സ്ട്രാ ബാട്ട് കൊടുക്കണം. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു ലഞ്ച് ഇവിടെ തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. അടിപൊളി പ്ലേസ് ആണ്. ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് പോലെ തന്നെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കോക്കനട്ട് സ്മൂത്തി. പിന്നെ ടെൻഡർ കോക്കനട്ട് വാട്ടർ, അത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടില്ല. പക്ഷെ കോക്കനട്ട് സ്മൂത്തി എനിക്ക് തോന്നുന്നു ഇളനീർ ഷേക്ക് ആയിരിക്കും. ഹെവൻ ഹെവൻ ഹെവൻ. പിന്നെ നമ്മൾ ചിക്കൻ പോപ്സും ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാൻ കുറച്ചും കൂടി സമയം എടുക്കും. ചിക്കൻ സാത്തേ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കണം എന്ന് പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു ചിക്കൻ സാത്തേ കേട്ടോ. ഇതാണ് ഞാൻ കാത്തിരുന്ന എന്റെ സാത്തേ. എത്തിപ്പോയേ. ഇത് നമ്മൾ തായ്ലൻഡ്, മലേഷ്യ എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിച്ചാൽ ആ ഒരു പ്രോപ്പർ ടേസ്റ്റ്, ഒത്തന്റിക് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ച അന്നാണ് എനിക്ക് ഈ ഒരു സാത്തയോട് ഇഷ്ടമായത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചപ്പോൾ ഈ ഒരു പ്രോപ്പർ ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ തായ്ലൻഡ് വന്നപ്പോൾ ഞാൻ ഇത് കഴിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സംഭവമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയായി, ചിക്കൻ സാത്തയും എല്ലാതും കഴിച്ച് നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്, ഇന്ന് മൊത്തം നമ്മുടെ എന്താ പറയാ, നമ്മൾ തീരുമാനിച്ച സ്ഥലങ്ങളായിരുന്നു. പറഞ്ഞ പോലെ നമ്മൾ കോറൽ ഐലൻഡ് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റ് വൺ അടിപൊളി. ഇന്ന് രാത്രി ഇവിടെ എന്തോ ഷോ നടക്കുന്നുണ്ട് തോന്നുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു വല്ലാത്തൊരു അല്ലേ, ഒരു ഫിലിമി പോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും തോന്നുന്നു, ഡിന്നർ അല്ലേ, നല്ല രസമുണ്ട്. ഇപ്പോൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ നിന്നും ഇറങ്ങി നമ്മളൊരു ടാക്സി പിടിച്ചു. ഇവിടെ തന്നെ ടാക്സി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആർട്ട് ഇൻ പാരഡൈസ് ആണ്, ഒരു 3D സംഭവം. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം അല്ലേ. അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ആർട്ട് മ്യൂസിയം. എന്താണ് ആർട്ട് ഇൻ പാരഡൈസ്? ആർട്ട് ഇൻ പാരഡൈസ്. ഇത് മിത്തുകുട്ടിക്ക് വേണ്ടി വന്നതാണ്, മിത്തുവിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ മിത്തു, നിന്റെ ദിവസം മിത്തുകുട്ടിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതൊരു 3D ആർട്ട് മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആപ്പ് അവർ അല്ലേ ഡൗൺലോഡ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന ആപ്പ് ഉണ്ടെങ്കിലുള്ള ഒരു എഫക്റ്റും അല്ലാത്തൊരു എഫക്റ്റും നമ്മൾ ചെല്ലുമ്പോൾ. ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കാം. ഷൂസൊക്കെ അഴിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യണ പോലെ കാണാം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനാണ് ഇത് ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ, നമുക്കിങ്ങനെ വെറുതെ അഭിനയിച്ചു മതി. ഈ ആപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരു ഫോട്ടോ പോലെ കാണുള്ളൂ. ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ പേടിച്ച് സോപ്പ് പേടിച്ച് നോട്ടെ പേടിച്ച് അയ്യോ ഒന്നും പേടി. ഇവിടെ കണ്ടോ ഒരു ആന ഉണ്ട്. ആക്ച്വലി ഇതിലൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ഒരു ആപ്പിലൂടെ അതൊരു പിക്ചർ പോലെയാണ് അവിടെ ഉള്ളപ്പോൾ, പിക്ചർ പോലെ ഇങ്ങനെ വെറുതെ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ ആപ്പിലൂടെ വരുമ്പോൾ ഇത് നമ്മളെ ഇതാക്കാൻ വരുന്ന പോലെ നമ്മളിങ്ങനെ ഓടുക. അനിമേഷൻ നമ്മൾ പേടിച്ച് പോവുക. അത് വീഡിയോ ഫോട്ടോ എടുക്കുക, അതാണ് ഇതിന്റെ. അത് നമ്മളൊന്ന് അഭിനയിക്കുക, അതിനനുസരിച്ച് വീഡിയോ ഫോട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അത് കാണിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ അങ്ങനെ വരാൻ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതെ ഓക്കെ. നീ അങ്ങനെയല്ലേ, ഇങ്ങനെ ഇതിൽ കാണിച്ചു തരാം ഇതിലെങ്ങനെ കാണുന്നുള്ളത്. ഓ അവിടെയൊക്കെ കറങ്ങും തിരിയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരാളിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഞാനും കൂട്ടത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഡാൻസ് കളിക്കുകയാണ്. Nhom 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 nhom.
എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. നടന്ന് തളർന്നു നല്ല ഉണ്ട് കേട്ടോ. ബോത്താണ് നമുക്ക് അത്രയും നടന്ന് ഇവിടെ വരുമ്പോൾ ഫോണ് ഫുള്ള് ചാർജ് ചെയ്ത് പവർ ബാങ്ക് ആയിട്ട് വരണം. കാരണം ഫോണിന് നല്ല യൂസാണ്. ഫുൾ വീഡിയോയും ഫോട്ടോസും എടുക്കൽ തന്നെയാണ്. നട്ടുച്ച നേരത്ത് വരെ നല്ലത്. അതാകുമ്പോൾ ഇവിടെ AC ഉണ്ട്, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം. സംഭവം പക്ഷേ രസമില്ലേ? ടൈം പാസ് ആട്ടോ. പിള്ളേർക്കൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഭയങ്കര ഇഷ്ടമാവും. കുറേ ഉണ്ട്. നമുക്ക് നോക്കിയാൽ മേലെയുണ്ട്. എൻ്റെ അമ്മോ എത്ര നേരമായി ഞങ്ങൾ വന്നിട്ട്. സോ നമ്മളിവിടെ ഒരു 2 മണിക്കൂറോളം കറങ്ങിയിട്ടുണ്ടാവും. 400 പാട്ടിൻ്റെ 4000 പാട്ടിൻ്റെ പണിയെടുത്തിട്ടുണ്ട് അല്ലേ? ബോത്താണ്, രസമാണ്. ചെയ്തിട്ടുണ്ട്. അവർ തന്നെ ഫോട്ടോ എടുക്കും. ഇവിടെ പല സ്ഥലത്തും നമ്മുടെ ബീച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഇനി അവിടെ വെക്കും. പോയി നോക്കാൻ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ, എങ്ങനെയാ വന്നത്. പ്രൈസ് ഉണ്ട്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മളിങ്ങനെ ഓരോന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് എൻ്റെ ഫോട്ടോ മിഥുൻ്റെ ഫോട്ടോ കണ്ടാൽ കറക്റ്റ് എടുത്തിട്ടുണ്ട്. എൻ്റെ നല്ല രസമല്ലേ മിഥുൻ്റെ നോക്കി. പക്ഷെ 200 ബാട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ 500 രൂപ അടുത്ത് വരും. പക്ഷെ നല്ല രസമുണ്ടല്ലേ. മിത്തുക്കുട്ടി ഇവിടുന്ന് കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചു കഴിക്കാൻ. കുറേ സാധനങ്ങളും ഉണ്ട് കേട്ടോ കഴിക്കാനൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് നടന്ന് ബീച്ചിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് നടക്കാനുള്ളത്, നമ്മുടെ വീട് പോലെയായോ, നമ്മുടെ ഹോട്ടലിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനി നടന്ന് ഡ്രസ്സ് മാറ്റി തിരിച്ച് വരുമ്പോൾ പിന്നെയും ഇരട്ടി പണിയില്ല. സോ ഈ ബീച്ചിൽ നമുക്ക് കുറച്ച് നേരം ഇറങ്ങി റിലാക്സ് ചെയ്ത് വീട്ടിൽ പോകാം എന്നുള്ളത്. അതിനുശേഷം നമുക്ക് മസാജ്, ഇന്നത്തെ മസാജാണ് മെയിൻ അല്ലേ? യെസ്. പിന്നെ ഒന്നും കൂടെ പട്ടായ അല്ലേ? 2 days പട്ടായ. നാളെ നമ്മൾ ബാങ്കോക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ബീച്ചിലിരുന്ന് എൻജോയ് ചെയ്തു. ഇനി നമ്മളിതാ നേരെ നമ്മുടെ ഹോട്ടലിൽ. ഇനി അവിടെ പോയി ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് നമുക്ക് നേരെ ഫുഡ് മസാജിന് പോവാം. പിന്നെ കുറച്ച് നേരം ഒരു നൈറ്റ് അല്ലേ മാർക്കറ്റ് വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് ഡിന്നറും കൂടെ കഴിക്കുക. അതാണ് ഇന്നത്തെ ഫുള്ള് നമ്മൾ പട്ടായ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ കറങ്ങി ഇനി രാത്രി മുഴുവനും ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ നടക്കാനും ഷോപ്പിങ്ങിനും ഇതിനൊക്കെയാട്ടോ. അങ്ങനെ തായ്ലൻഡിൽ വന്നിട്ട് നമ്മൾ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പട്ടായയിൽ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും സന്തോഷമല്ലേ. ഇവിടെ വന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കാണുമെന്ന് വിചാരിച്ചതല്ല ശരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് നേരം ഫ്രഷായി. ഈവനിങ് ഒരു 6:30 ആയപ്പോൾ 6:30 കേട്ടോ. നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഇനി ആദ്യം തന്നെ നമ്മൾ പോണത് ഫുഡ് മസാജിനാണ്. 200 or 250 ബാറ്റ്സ് ഓരോ സ്ഥലത്ത് ഓരോ പക്ഷേ മിനിമം 200 ബാട്ടാണ് ഫുഡ് മസാജിന്. ഒരു കുറച്ചൊരു 1-2 ഷോപ്പിങ്ങും കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കുയിലും ചീവിയുടെ ഒക്കെ ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് മസാജിന് മുന്നേ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിങ്ങിന് പിന്നെയും നടക്കണ്ടേ. അപ്പോൾ ചെയ്തതിന് കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ 1-2 ഡ്രസ്സും കൂടെ നോക്കുകയാണ്. ബീച്ച് വെയർ ടൈപ്പ് ഡ്രസ്സ് വാങ്ങിച്ചു. നമ്മളിതേ ഇവിടെ വന്നിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കേട്ടോ. ഇട്ട് നടക്കാനൊക്കെ സുഖമുള്ള നല്ല സുഖമുണ്ട്. കണ്ട ക്രോക്സ് പോലെ തോന്നും, പക്ഷെ ക്രോക്സ് അല്ല. അപ്പോൾ ഇതാണ് അടിപൊളി ചെരുപ്പാട്ടോ. ഇങ്ങനത്തെ കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ട് 200 ബാട്ടിനൊക്കെ കിട്ടുന്നത്. നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ വിലയൊക്കെ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും നല്ല ചെരുപ്പ്, നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്താ പറയുക, ടൈഗർ ബാമിനും ലിപ്സ്റ്റിക്കിനും ഈ സ്കിൻ കെയറിനും അടിപൊളിയാണ്. പക്ഷെ ഞാനതെല്ലാം ബാങ്കോക്ക് ചെന്നിട്ട് വാങ്ങിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ബാങ്കോക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം ഈ സൺ ടാൻ മാറാനുള്ളതും മാസ്കും ഇങ്ങനത്തെ സംഭവങ്ങളും ലിപ് ബാമും ഒക്കെ കുറേ ഉണ്ട്. ടൈഗർ ബാമിൻ്റെ ഒരു 5 കളിയാണ് ഞാൻ പറഞ്ഞ വിഷയം. എനിക്ക് പോണതിൻ്റെ മുമ്പ് ടൈഗർ ബാം വാങ്ങിക്കാറുള്ളത്. ഇവിടെ കുറേ നമ്മുടെ ബ്രാൻഡഡ് ബാഗ്സിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും. സെയിം കോപ്പി, അതായത് മനസ്സിലാവും പോലും ഇല്ല. ചെറിയ പ്രിൻ്റ് ആണെങ്കിൽ LV ആണോ ഗൂച്ചി ആണോ മൈക്കിൾ കോഴ്സ് ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവാത്ത വിധത്തിലുള്ള അതേപോലത്തെ നമുക്ക് കിട്ടും കേട്ടോ. വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ ഭയങ്കര വില കുറവല്ല, എന്നാലും വില ഉണ്ട്. പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ലൂയി വിത്തോണിൻ്റെ ഇതിൽ ഷോപ്പിൽ പോകുമ്പോൾ ഒരു 2-3 ലക്ഷത്തിൻ്റെ സാധനം ഇവിടെ നമ്മുടെ ഒരു 3000-4000 രൂപയ്ക്ക് എന്നുള്ള രീതിയിൽ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ 2 ഓടി വന്നിട്ടുണ്ട്. ഇത്ര ഇഷ്ടമായി എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം തുടങ്ങിയതാ. അയ്യോ മാംഗോ സ്റ്റിക്കി റൈസ്. ഇനിയുള്ള 3 ദിവസം ഇതാണ് ഇത്ര ഭക്ഷണം. ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് അത്ര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടുന്ന് സ്റ്റിക്കി റൈസ് വാങ്ങിക്കൊണ്ടുപോവാം.
അങ്ങനെ നമ്മൾ ഫുഡ് മസാജിന് വന്നിരിക്കുകയാണ്. ഞാനും രമേശേട്ടനും മിത്തുകുട്ടിയാണ്, 3 പേരുണ്ട്. ഇവിടെ എല്ലായിടത്തും അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ ഒരു അടിപൊളി ഫുഡ് മസാജ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഫുഡ് മസാജ് എന്ന് പറഞ്ഞാലും കയ്യും ബാക്കും അതുപോലെ കഴുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഒരു 10 മിനിറ്റ് അപ്പം തന്നെ നമുക്ക് ഫുൾ ബോഡി ചെയ്ത പോലത്തെ ഒരു ഫീൽ. മിത്തുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ് മസാജ്. മിത്തു പറയും അമ്മ എന്ത് സുഖമാണ്. മിത്തുവിന് നമുക്ക് ചെയ്യണ എല്ലാം ചെയ്തിട്ടില്ല, കുട്ടികളല്ലേ, അപ്പോൾ ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും ചെയ്തു. അവൾക്ക് ഇവിടെയൊക്കെ മസാജ് ചെയ്തപ്പോൾ പറയാം ഹായ് എന്തൊരു സുഖം. കുട്ടികൾക്ക് നമ്മളങ്ങനെ മസാജ് ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഭയങ്കര അടിപൊളി. രമേശേട്ടൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? 1 മണിക്കൂർ പോയത് ഇറങ്ങില്ല അല്ലേ? ഭയങ്കര നന്നായി, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല അല്ലേ? വളരെ നന്നായിട്ട് ചെയ്തു. ഭയങ്കര ഒരു ഉന്മേഷം തോന്നി. 200 ബാട്ട് ഓക്കെ, നോട്ട് ബാഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുംബൈയിൽ ഒരു നോർമൽ പെഡിക്യൂർ ചെയ്യുന്ന പൈസ പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. നോർമൽ പെഡിക്യൂറിന് പോലും ഒരു 20 മണിക്കൂറിന് അവർ നല്ല ചാർജ് വാങ്ങും. സോ പിന്നെ അവിടെയൊക്കെ ഒരു 10,000-ൻ്റെ അടുത്തൊക്കെ വരും ഫുൾ ബോഡി മസാജ്, അങ്ങനെയൊക്കെ നല്ലതിൽ സ്പായൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ വരുന്നവർ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ ഫുക്കറ്റിൽ പോയപ്പോഴും ക്രാബിയിൽ പോയപ്പോഴും ഇതേ പട്ടായ വന്നപ്പോഴും ഒക്കെ മസാജ് എല്ലായിടത്തും ഉണ്ട്. സോ തായ്ലൻഡിൽ വന്നാൽ ഒരു മസാജ് കമ്പൽസറിയാണ്. അത് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. അങ്ങനെ നമ്മൾ രാത്രിത്തെ ഡിന്നറും കഴിഞ്ഞ് വീട്ടിൽ പറയുന്നത് നമ്മൾ ഹോട്ടലിലെത്തി. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. പുറത്തെന്ന് പറഞ്ഞാൽ ഇത് നോക്കി, ഇവിടെ സെൻട്രലാണ്, ഇത് ഹിൽട്ടൺ ഹോട്ടലാണ്. ഇവിടെ ഫുൾ വൈബ്. സോ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ഇൻ പട്ടായയാണ് കേട്ടോ. നാളെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോവും. അടിപൊളി, നല്ല രസം. ഈ ഒരു വൈബിനോട് നമ്മൾ വിട പറയുകയാണ്. രാത്രിയാകുമ്പോൾ കാണുന്ന ലൈറ്റുകളും ഫുഡിൻ്റെയും സ്ട്രീറ്റും സംഭവങ്ങൾ ഇങ്ങനൊരു ഇതിപ്പോൾ ആക്ച്വലി ഞങ്ങളാണ് വീട്ടിനുള്ളിൽ കയറി ഇരുന്നിട്ടുള്ളവരെ തോന്നുന്നു. 10 മണി 11 മണി ആകുമ്പോഴാണ് ഇവിടെ ആൾക്കാർ മുഴുവൻ ഇറങ്ങി നടക്കണതെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ പറ്റിയ രസമുള്ള സ്ഥലം. കുറേ ഫുഡുണ്ട്, അതൊക്കെ കഴിക്കാം. ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെങ്കിൽ അത് കഴിക്കാം. അങ്ങനെ നടക്കാൻ പറ്റിയൊരു രസമുള്ള സ്ഥലം. നൈറ്റ് ലൈഫ് അതിഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചിലപ്പോൾ ഞങ്ങൾ ഒന്ന് നടക്കാൻ പോകും, ഞാനൊരു രമേശേട്ടനും കൂടെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ചുമ്മാ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ, നാളെ നമ്മൾ ബാങ്കോക്ക് നമുക്ക് അധിക ദിവസം ഇല്ലല്ലോ. അപ്പോൾ ഉള്ള ദിവസമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു രാത്രി വരെ ഇങ്ങനെ നടക്കുക അല്ലേ? അത് ഫുള്ള് ഷോപ്പിംഗ് മാർക്കറ്റാണിത്. ആ ബാക്കിൽ കാണുന്ന ആ ബ്ലാക്ക് കാണുന്നത് ഇത് ഫുൾ ഷോപ്പിംഗ് മാർക്കറ്റാണ് കേട്ടോ. ബാഗോ എന്തൊക്കെ വാങ്ങേണ്ടത് നമുക്ക് നമ്മൾ ബാങ്കോക്കിൽ എത്തിയിട്ട് വാങ്ങിക്കാം എന്നുള്ള ഒരൊറ്റ ഇതിൽ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി മാർക്കറ്റുകളാണ്. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ 2 ഡേയ്സ് പട്ടായ ട്രിപ്പ് അവസാനിപ്പിച്ചു. നാളെ രാവിലെ ബാങ്കോക്കാണ്. സോ പട്ടായ ടൂറിനോട് വ്ളോഗിനോട് വിട പറയുകയാണ്. ഇനി അടിപൊളി ബാങ്കോക്ക് വ്ളോഗിനായിട്ട് കാത്തിരിക്കും കേട്ടോ. ബൈ.